ആയിരക്കണക്കിന് ഭാരതീയരുടെ രക്തം വീണ് കുതിർന്ന ലാൽക്കില, ആയിരങ്ങളുടെ രക്തസാക്ഷിത്വത്തിന് സാക്ഷ്യം വഹിച്ച ലാൽക്കില, ഡൽഹിയിലെ അവസാന രാജാവായ ബഹാദൂർ ഷാ ജഫറിൻ്റെ ലാൽക്കില, ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്നും എടുത്ത അച്ഛൻ മകൾക്കയച്ച ആ കത്ത്, +2 രണ്ടാമത്തെ അധ്യായമായ ബേട്ടി കെ നാം എന്ന ആ പാഠത്തിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരിക്കൽ കൂടി ഹിയർ വിത്ത് രാജ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യും. ബ്രിട്ടീഷ് സർക്കാർ 1857 ഡൽഹിയിലെ അവസാനത്തെ രാജാവായ ബഹാദൂർ ഷാ ജഫറിനെ തടവിലാക്കും. റങ്കൂണിൽ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ശക്തമായ കാവലിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആരെ കാണാനോ ആരുമായിട്ട് സംസാരിക്കാനോ ഒരു അനുവാദമില്ലായിരുന്നു. എങ്കിലും ഇദ്ദേഹത്തിന് കുറച്ച് കത്തുകൾ, അദ്ദേഹത്തിൻ്റെ മകൾ അയച്ച കത്തുകൾ ഇദ്ദേഹത്തിന് കിട്ടുന്നു. അതിന് മറുപടിയായിട്ട് ഇദ്ദേഹം മകൾക്ക് അയക്കുന്ന കത്താണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആ കത്താണ് ബേട്ടി കെ നാം. ഇദ്ദേഹം മറുപടി അയക്കുന്ന കത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ब्रिटिश सरकार ने 1857 की स्वतंत्रता की पहली लड़ाई में दिल्ली के अंतिम मुगल शासक बहादुर शाह जफर को पराजित किया था और उन्हें कैदी बना दिया. कैदी बनाकर उन्हें रंगून में ले गया. तो रंगून में एक ऐसी जगह में रखा जहाँ किसी से मिलने की इजाज़त नहीं थी और किसी से बातचीत भी नहीं कर सकते थे. तो किसी तरह उनकी बेटी जो दिल्ली में कैद थी, कुलसुम जमानी बेगम, उसने अपने पिता के नाम खत लिखी. उसके जवाब में पिता ने जो खत लिखा था उसी के बारे में हम यहाँ पढ़ रहे हैं. മകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, മോളെ, ഈ കത്ത് ഞാൻ വായിക്കുകയാണ്. ഇത് കത്തല്ല, ഇത് കണ്ണുനീരിൽ കുതിർന്ന ഒരു കത്താണ്. ഞാൻ ഒരിക്കലല്ല, പലതവണ ഞാനിത് വായിച്ച് കേട്ടു. എനിക്ക് സഹായിച്ചത് എൻ്റെ മകനാണിത് വായിക്കാനായിട്ട്. ഒരു തവണ അല്ല, 2 തവണ അല്ല, പലതവണ ഞാൻ വായിച്ചപ്പോഴും എൻ്റെ മനസ്സിന് എനിക്ക് സ്വസ്ഥതയോ സമാധാനമോ കിട്ടുന്നില്ല. പിന്നെ നീ പറയുന്ന പോലെ ഡൽഹിയിലെ ആളുകൾ എന്നെ ഓർത്ത് കരയുന്നുണ്ട്. എനിക്കതറിയാം. ഞാനും അവരെ ഓർക്കുന്നുണ്ട്. ഞാനിപ്പോഴും ഇവിടെ ജീവനോടെയാണ് ഇരിക്കുന്നത്. എന്നാൽ കാരണമറിയാതെ എനിക്ക് വേണ്ടി മരിച്ച എത്രയോ ആളുകളുണ്ട്. എത്രയോ അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു. എത്രയോ സ്ത്രീകൾ വിധവകളായി. സഹോദരങ്ങൾ മരിച്ചു. പിതാക്കന്മാർ മരിച്ചു. ഡൽഹിയിൽ എനിക്കെതിരെ വിചാരണ നടന്നപ്പോഴാണ് ആ സമയത്ത് നടന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും ഞാൻ തിരിച്ചറിയുന്നത്. ഇനി ചിരിച്ചിട്ടോ കരഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ഡൽഹിയിൽ നിന്നും കിലോമീറ്ററോളം ദൂരെ വീട്ടിൽ നിന്നൊക്കെ മാറി ആരെ കാണാനുള്ളൊരു പ്രതീക്ഷയില്ലാതെ ഞാനിവിടെ ഒരു തടവിൽ കിടക്കുകയാണ് മകളെ. എനിക്ക് ഓർമ്മ വന്നത് നിന്റെ വിവാഹത്തിൽ ഗാലിബും ജൗക്കും എഴുതിയ ആ കവിതകളാണ്. बहादुर शाह अपने बेटी से कहते हैं, बेटी आपने जो खत मुझे भेजा था वो खत नहीं है बल्कि आंसूनामा है. मैंने उसे कई बार पढ़ा. मैंने उसे कई बार अपने बेटे से पढ़वाया, सुना. 1 बार 2 बार, कई बार सुनने पर भी दिल को कोई करार नहीं आया. सच कहती है, दिल्ली वाले मुझ पर रोते हैं. मैं भी उनके लिए रोता हूँ. मैं तो अभी जिंदा हूँ, वे तो बिना कारण मर गए. कितने लोग अनाथ हुए, कितने स्त्रियाँ बेवा हुई, कितने बच्चे यतीम हो गए, कितनों के घर उजाड़े गए. जब मेरी मुकदमा दिल्ली में चल रही थी तब मुझे पता चला कि दिल्ली वालों के साथ कितने अत्याचार हुए थे. अब रोने से या हंसने से कोई फ़ायदा नहीं. दिल्ली से सैकड़ों कोस दूर मैं एक ऐसी ज़िंदगी जी रहा हूँ कि अब किसी से मिलने की कोई आस नहीं है. अब भी मुझे याद आ रहा है बेटी, तेरे उस शादी में जो गालिब और जोक ने जो आगवानी के सेहरे लिखे थे वो मुझे याद आ रहा है. പിന്നെ അദ്ദേഹം പറയുന്നു, ഇത് ലാൽ കിലയല്ല, ഇവിടെ കാവൽക്കാരുമില്ല. ഇത് തടി കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയൊരു കൂരയാണ്. അതിനുള്ളിലാണ് ഞാൻ ഇരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ മഴ വെള്ളം ചോരുന്ന ഈ കൂരയ്ക്കകത്താണ് ഞാൻ താമസിക്കുന്നത്. ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള യാതൊരു മാർഗവുമില്ല. ഈദ് ഉത്സവത്തിൻ്റെ അന്ന് കുറച്ച് മുസ്ലിം സഹോദരങ്ങൾ എനിക്ക് വേണ്ടി സമ്മാനവുമായി എത്തി. എന്നാൽ എനിക്കത് വാങ്ങാൻ കഴിയുമായിരുന്നില്ല. നിർബന്ധിച്ചപ്പോൾ ഞാനത് വാങ്ങിച്ചു. പകരമായി ഞാൻ എൻ്റെ കഴുത്തിൽ കിടന്ന ഒരു മുത്തുമാല അവർക്ക് സമ്മാനിച്ചു. ഇതറിഞ്ഞ ബ്രിട്ടീഷുകാർ രാജാക്കന്മാരുടെ കയ്യിൽ ആവശ്യത്തിലേറെ ആഭരണങ്ങളുണ്ടെന്നും അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന തുക, ചിലവിന് കൊടുക്കുന്ന തുക കുറയ്ക്കണമെന്നും ഇനി അത് കൊടുക്കാൻ പാടില്ലെന്നും ഉത്തരവിറങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് ചിലവിന് തരുന്ന തുക പകുതിയായി കുറയ്ക്കുകയും ചെയ്തു. तो बहादुर शाह अपने बेटी से कहते हैं, बेटी ये लाल किला नहीं है, बस एक लकड़ी का पुराना सा मकान है. यहाँ 1-2 कमरे ही हैं. जब बरसात होती है तो पानी टपकता है. इसी बीच जब ईद आया तो कुछ मुसलमान भाइयों ने मेरे लिए तोहफा लेके आए. बहुत बार कहने पर भी मैं उसे लेने से इनकार किया. अंत में मैं
अंत में मैंने उनसे कुछ तोहफा ले लिए। उसके बदले में मैंने अपने गले का हार उनको दे दिया। अंग्रेज़ों को जब ये पता चला तो उन्होंने एक ऐसा आदेश निकाला कि मुग़ल कैदियों के पास ज़्यादा ജവാഹരത്ത് है, इसलिए उनका खर्चा ആധാ कर दिया जाए. ഇനി അദ്ദേഹം മറുപടി അയക്കുന്ന കത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഈ കത്ത് ഒരു വിശ്വസ്തനായ ഒരാളുടെ കയ്യിലാണ് ഞാൻ കൊടുത്തു വിടുന്നത്. അതവിടെ എത്തുമെന്നാണ് എൻ്റെ ഉറപ്പ്. വിശ്വസ്തരായി നമ്മോടൊപ്പം നിൽക്കുകയും അവസാനം ശത്രുവിൻ്റെ ചാരനായി മാറുന്ന ഒരവസ്ഥ ഏതായാലും എനിക്കതിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഞാനിതിൽ ഒരു അച്ഛനും മകൾക്ക് എഴുതുന്ന കത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു രാജ്യത്തെക്കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും എൻ്റെ ശവകുടീരം ഇവിടെ ആയിരിക്കും, പരദേശിലായിരിക്കും, വിദേശത്തായിരിക്കും. ഇപ്പോഴും നനഞ്ഞു കുതിർന്ന ഈ തടി കൊണ്ടുണ്ടാക്കിയ കൂരയിൽ മരിച്ച പോലെയാണ് ജീവിക്കുന്നത്. എന്തായാലും എന്ന് മരിച്ചാലും ജീവിച്ചിരിക്കുന്നതും ഒരു ശവകുടീരം പോലുള്ള ഇതിലും മരിച്ചാലും ഇവിടെ തന്നെയായിരിക്കും ഞങ്ങളുടെ സ്ഥാനവും. നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം കത്ത് ചുരുക്കുകയാണ്. ബഹാദുർ ഷാ अपने बेटी से कहते हैं, बेटी एक खत तुझको मिलेगा या नहीं मिलेगा मुझे नहीं मालूम. जिनके हाथ में मैं भेज रहा हूँ एक खत, वो एक ऐसा व्यक्ति है जिसे मैं विश्वास करता हूँ. लेकिन कुछ लोग ऐसे होते हैं विश्वासघात भी करते हैं. वो किसी शत्रु के जासूस भी कभी कभी बन जाते हैं. लेकिन इस खत में ऐसा कुछ नहीं है जो मुझे डर लगे. ये बाप अपने बेटी के नाम पर लिखा हुआ खत है. इसमें किसी मुल्क के बारे में कुछ नहीं है. जो भी हो, मैं एक लकड़ी के कब्र में जिंदा हूँ. अब मर भी जाएंगे तब भी कब्र में ही होंगे. ഖുദാ ഹാഫിസ് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കത്ത് അവസാനിപ്പിക്കുകയാണ്. അപ്പം നമുക്കിനി ഇതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലേക്കും ചോദ്യോത്തരങ്ങളിലേക്കും കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കുക. അപ്നി ബേട്ടി കാ ഖത്ത് പഠനെ കെ ബാദ് കൈദി ബാപ്പ് കി ഹാലത്ത് ക്യാ ഥി? മകളുടെ കത്ത് വായിച്ചപ്പോൾ തടവുകാരനായ അച്ഛൻ്റെ അവസ്ഥ എന്തായിരുന്നു? ബേട്ടി കാ ഖത്ത് ബാർ ബാർ സുന്നേ കെ ബാദ് ഭി ബാപ്പ് കാ ജി ന ഭര. മകളുടെ കത്ത് വീണ്ടും വീണ്ടും വായിച്ചിട്ടും ആ അച്ഛൻ്റെ മനസ്സ് നിറഞ്ഞില്ല. अपने बेटे से फिर सुनाने को कहा. മകനോട് വീണ്ടും അത് കേൾപ്പിക്കാൻ പറഞ്ഞു. 3 बार सुनने के बाद भी बाप के दिल को सांत्वना नहीं मिला. 3 പ്രാവശ്യം കേട്ടിട്ടും ആ അച്ഛൻ്റെ മനസ്സിന് ഒരു സാന്ത്വനം കിട്ടിയില്ല. രണ്ടാമത്തെ ചോദ്യം. കൈദി ബാപ്പ് കോ अपने बेटी का खत एक आंसूनामा था क्यों? തടവുകാരനായ ആ അച്ഛന് മകൾ അയച്ച കത്ത് ഒരു കണ്ണുനീരിൽ കുതിർന്ന കത്തായിരുന്നു. എന്തുകൊണ്ട്? सन 1857 में स्वतंत्रता की पहली संग्राम के पश्चात दिल्ली के अंतिम मुगल शासक और परिवार को कैद करके जेल भेजा गया था. അതായത് 57 മുഗൾ ശാസകന്റെ കുടുംബത്തെ മുഴുവൻ തടവിലാക്കി ജയിലിൽ അയച്ചു. ശാസകർ ഉनके पुत्र को काला पानी दंड देकर रंगून भेजा गया. രാജാവിനെയും മകനെയും തടവിലാക്കി റംഗൂനിൽ അയച്ചു. और बेटी दिल्ली में अंग्रेज के कैद में थी. മകൾ ഡൽഹിയിൽ ഇംഗ്ലീഷുകാരുടെ തടവിലായിരുന്നു. സഖ്ത് പഹരെ के बीच में भी ബാദ്ഷാനെ കുछ ചിട്ടിയ ദില്ലി പहुंचाई. ശക്തമായ കാവലുണ്ടായിരുന്നിട്ടും കുറേ കത്തുകൾ ബാദ്ഷാ ഡൽഹിയിൽ എത്തിച്ചു. ബേട്ടിനെ ജവാബി പത്ര भी भेजा. മകൾ അതിന് മറുപടി അയക്കുകയും ചെയ്തു. अपने बाप और भाई के प्रति बेटी में जो प्यार था उसे 3 बार सुनने के बाद भी बाप के दिल को करार नहीं आया. അപ്പം അച്ഛനോടും സഹോദരനോടും മകൾക്കുള്ള സ്നേഹം അത് ആ കത്തിലുണ്ടായിരുന്നു. അത് 3 പ്രാവശ്യം വായിച്ചിട്ടും ആ പിതാവിൻ്റെ ഹൃദയം നിറഞ്ഞില്ല. വാസ്തവ में वो खत अपनी बेटी की दर्द भरी वाणी है. ശരിക്കും അത് ആ എഴുത്ത് മകൾ അയച്ച വേദന നിറഞ്ഞ വാക്കുകളായിരുന്നു. कोसों दूर कैद में रहने के कारण ही अपने बेटी की दर्द सुनकर उस प्यारे पिता की आंखों में आंसू भरे होंगे. ശരിക്കും കിലോമീറ്ററോളം ദൂരെ താമസിക്കുന്ന ആ മകൾ തനിക്ക് അയച്ച കത്ത് വായിച്ചപ്പോൾ തീർച്ചയായിട്ടും പിതാവിൻ്റെ മനസ്സിൽ അത്രയും വേദന ഉണ്ടായിട്ടുണ്ടാവാം. उसके दिल में अपने बेटी एवं परिवार वालों की जीती यादें जागती है. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തൻ്റെ മകളുടെയും കുടുംബാംഗങ്ങളുടെയും സജീവമായ ചിത്രം ഉണരുകയാണ് ചെയ്തു. അടുത്ത ചോദ്യം നോക്കൂ. 3 दफ़ा सुनने के बाद भी दिल को करार नहीं आया किसको क्यों? 3 പ്രാവശ്യം കേട്ടിട്ടും മനസ്സ് നിറഞ്ഞില്ല. ആർക്ക്? എന്തുകൊണ്ട്? ബാദ്ഷാക്ക് അല്ലേ? ബാദ്ഷയ്ക്ക്. ബാദ്ഷാ और बेटी कोसों दूर में. ബാദ്ഷയും മകളും കിലോമീറ്ററുകളും അകലത്തിലാണ്. कैद में रहने के कारण आपसी मुलाकात और बातचीत असंभव है. തടവിലായതുകൊണ്ട് പരസ്പരം കാണാനോ സംസാരിക്കാനോ കഴിയുന്നില്ല. दिल्ली में अंग्रेजों की कैद में रहकर बेटी ने एक खत अपने कैदी बाप को भेजा था. ഡൽഹിയിൽ ഇംഗ്ലീഷുകാരുടെ തടവിലായിരുന്നിട്ടും മകൾ അച്ഛനൊരു കത്ത് അയച്ചിരുന്നു. इसी अवस्था पर बेटी की प्यार भरी वाणी उस बाप में जरूर दर्द एवं ममता उत्पन्न हुई होगी. ശരിക്കും ആ അവസ്ഥയിൽ മകളുടെ ആ സ്നേഹം നിറഞ്ഞ വാക്കുകൾ ആ പിതാവിൻ്റെ മനസ്സിൽ വേദനയും സ്നേഹവും ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പുരാനി യാദേ ജഗനെ കെ കാരൺ 3 बार सुनने के बाद भी बादशाह के दिल को करार नहीं आया. പുരാനി യാദേ ജഗനെ കെ കാരൺ. പഴയ ഓർമ്മകളൊക്കെ ഉണർന്നുകൊണ്ട്
3ഉം 4ഉം പ്രാവശ്യമേ കത്ത് വായിച്ചിട്ടും ആ പിതാവിന് മനസ്സ് നിറഞ്ഞു. 4ാമത്തെ ചോദ്യം, വേ തോ ബിനാ ആയി മൗത്ത് മർ ഗയേ. സമ്രാട്ട് കാ ഇസ് വാക്യ കാ താത്പര്യ ക്യാ ഹൈ? അവർ ബിനാ ആയി മൗത്ത്, മരണം എത്താതെ തന്നെ മരിച്ചവരാണ് അവർ. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? എന്താണ് ആ വാക്കിന്റെ അർത്ഥം? സ്വതന്ത്രതാ സംഗ്രാം മേ ഭാഗ് ലേക്കർ അനേക ലോഗോ കി ജാൻ ഖോ ഗയി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഒരുപാട് പേര് ജീവൻ വെടിഞ്ഞു. വാസ്തവമേ വേ ലോഗ് മാതൃഭൂമിക്കിലെ ഷഹീദ് ഹുയെ. ശരിക്കും അവർ മാതൃഭൂമിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവരാണ്. അപ്നെ ദേശ് കി ആസാദി കെ ലിയെ, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അപ്നി ജാൻ കുർബാൻ ദിയെ, തൻ്റെ ജീവൻ കുർബാൻ കൊടുത്തവരാണ് ആ വ്യക്തി. അതുകൊണ്ടാണ് അവർ ബിന ആയി മരണം എത്താതെ തന്നെ മരിച്ചവർ എന്ന് പറയാൻ കാരണം. 5ാമത്തെ ചോദ്യം നോക്കൂ, അബ് ഹസേ യാ റോയെ കോയി ഫൈദ നഹി, സമ്രാട്ട് ക്യൂ ഐസാ സോസ്തേ. ഇനി കരഞ്ഞാലും ചിരിച്ചാലും ഒരു പ്രയോജനമില്ല. എന്തുകൊണ്ടാണ് രാജാവ് ഇങ്ങനെ ചിന്തിക്കുന്നത്? ബ്രിട്ടീഷ് സർക്കാരിനെ ഭാരത് കി സ്വതന്ത്രത കി പഹലി ലഡായിക്കോ പരാസ്ത് കർ ദിയ. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭാരതത്തിന്റെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തെ പരാജയപ്പെടുത്തി. ഭാരത് കോ സ്വതന്ത്രത ബനാനെ कि उस लड़ाई में न जाने कितनों ने अपनी जान की कुर्बान दी. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാനായി എത്രയോ പേർ ആ യുദ്ധത്തിൽ ജീവൻ അർപ്പിച്ചു. സമ്രാട്ട് തോ കാലാപാനിമേ, സമ്രാട്ട് കടുത്ത തടങ്കലിലാണ്. പരിവാർ വാലെ ഭി അംഗ്രേജി സർക്കാർ കി ഖൈദ് മേ, കുടുംബാംഗങ്ങളും ഇംഗ്ലീഷുകാരുടെ തടവിലാണ്. अपने प्रजा एवं परिवार वालों की जान की रक्षा करने में पराजित एक प्रजा हितैषी सम्राट की നിസ്സഹായത യാ പ്രകടോത്തി. നോക്കൂ, തൻ്റെ പ്രജയും കുടുംബാംഗങ്ങളും അവിടെ ജീവൻ രക്ഷിക്കാൻ കഴിയാതെ ഒരു പ്രജകളെ ഇഷ്ടപ്പെടുന്ന, പ്രജകളുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു മഹാരാജാവിനെ നിസ്സഹായ അവസ്ഥയാണ് ഇവിടെ വ്യക്തമാവും. കൈദിയൊക്കെ ഖർച്ച ആധാ കരുതിയാകെ ക്യോ, അതായത് തടവുകാരുടെ ശമ്പളം, അവരുടെ ചെലവ് പകുതിയായി കുറച്ചു. എന്തുകൊണ്ട്? ഈദ്ക്ക് അവസർ പർ കുച്ച് മുസൽമാൻ ഭായിയോ ബാദുഷാക്കോ ഇനാം ലേക്കറായി. ഈദിന്റെ സമയത്ത് കുറച്ച് മുസ്ലിം സഹോദരങ്ങൾ ബാദുഷയ്ക്ക് സമ്മാനവുമായി എത്തി. പഹലെ ഉन्होंने ഇനാം സ്വീകാർ नहीं किया. ആദ്യം അത് സ്വീകരിച്ചില്ല. ലേക്കിൻ ബഹുത് കഹനെ കെ ബാദ് ഉസെ സ്വീകാർ കിയ. പക്ഷെ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം അത് വാങ്ങി. ബദലേ മേ മലിക കാ ഏക് ഹാർ ബി ദിയ, പകരമായിട്ടൊരു മുത്തുമാല അവർക്ക് സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. യജാൻകർ, ഇതറിഞ്ഞാണ് അംഗ്രേജോനെ സോച്ച कि इन कैदियों के पास ज़्यादा रत्न है इसलिए उनका खर्चा आधा कर दिया गया. ഈ തടവുകാരുടെ കയ്യിലൊക്കെ ഇഷ്ടം പോലെ ആഭരണങ്ങളുണ്ടെന്നും അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്, അവരുടെ ചെലവുകൾ പാതിയായി കുറച്ചത്. അടുത്ത 7ാമത്തെ ചോദ്യം നോക്കൂ, ബാദുഷാ കെ ഖത്ത് കെ നിമ്നലിഖിത് വാക്യപ്പെടെ. ഒരു കത്തിൻ്റെ കുറച്ച് വാക്യങ്ങൾ തന്നിട്ടുണ്ട്. 3 ദഫ സുनने के बाद भी दिल को करार नहीं आया, दिल्ली वाले मुझको रोते होंगे, क्या ये नहीं जानते मैं भी उनको रोता हूँ. അപ്പോൾ ഈ വാക്യത്തെ ആധാരമാക്കി ബാദുഷാക്കെ ചരിത്ര പർ ടിപ്പണി ലിഖിൻ. ബാദുഷയുടെ ക്യാരക്ടർ അത് എഴുതാനാണ് പറയുന്നത്. നോക്കാം. പ്രജാഹിത് ചാഹനെ വാല രാജ ബഹാദുർ ഷാ जफर दिल्ली के अंतिम मुगल शासक थे. 1857 के स्वतंत्रता की पहली लड़ाई को परास्त करके ब्रिटिश सरकार ने उन्हें कैदी करके काला पानी दंड देकर रंगून भेजा. वो सख्त नजरबंदी थी. उनके बड़ी बेटी दिल्ली में अंग्रेजों के कैद में थी. उस कैद में रहकर बहादुर शाह जफर अपने बेटी को कैद में रखकर भी वो अपनी बेटी को चिट्ठियाँ भेजते रहे. अपनी बेटी का पत्र दर्द भरी वाणी जैसा लगा. ഇതിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെൻറ്റൻസുകളാണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ പറയുകയാണ് സംഭവം. वो आंसूनामा 3 बार पढ़कर सुनाने पर भी उनके दिल को सांत्वना नहीं मिला. ये अपने परिवार एवं प्रजा के प्रति गहरा प्यार उनके चरित्र की बड़ी विशेषता है. स्वभाव से शांतिप्रिय, ईश्वर और धर्म में दृढ़ आस्था रखने वाला जफर उन महापुरुषों में एक था जिसको अपने देश और परिवार के प्रति गहरा प्रेम है. बादशाह अपने देशवासियों के प्रति प्रेम और सहानुभूति कैद में रहते समय भी वह अपने प्रजा के बारे में सोचते रहे. अपने बेटी को लिखी गई खत में अपने देश के बुरी हालत का जिक्र भी हुआ है. जिक्र करना, അതിനെപ്പറ്റി ചർച്ച ചെയ്യുക. उनके मन अपने देश के प्रति आकुल रहा. साथ ही कैद में रहकर भी वो अपने साथियों पर भरोसा रखने वाले थे. वे बड़े साहसी भी थे. इतने सख्त नज़रबंदी में रहते समय भी वो अपनी बेटी को पत्र लिखकर किसी तरह उसे दिल्ली तक पहुंचाते रहे. पत्र हमें एक आदर्श प्रिय, अपने देश के लिए समर्पित राजा का परिचय कराता है. वास्तव में वो अपने प्यार, देश स्नेह आदि से एक आदर्श सम्राट की प्रतीक के रूप में പാഠകോ के मन में ആയിരിക്കും. ഈ കത്തിലൂടെ നമുക്ക് വ്യക്തമാവുന്ന ഒരു ഐഡിയൽ ആയിട്ടുള്ള രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ തയ്യാറാവുന്ന ഒരു രാജാവിനെയാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹവും പ്രജകളോടുള്ള സ്നേഹവും രാജ്യത്തുള്ള ദേശസ്നേഹവും കാണുമ്പോഴത്തേക്ക് ഒരു ആദർശ സമ്രാട്ട് പ്രതീക, ഒരു ആദർശ ഐഡിയൽ ആയിട്ടുള്ള ഒരു ചക്രവർത്തിയുടെ പ്രതീകമായിട്ടാണ് വായനക്കാരുടെ മുന്നിൽ നിൽക്കുക. അടുത്ത ഒരു ഡയറിയാണ്. ബേട്ടി കെ ആസുനാമ
ने बादशाह के मन को विचलित कर दिया. वे उस दिन की डायरी में इसका जिक्र करते हैं और डायरी तैयार करें और डेट ഉണ്ട് ദിവസവും. आज वो खत मिला. खत नहीं थी, मेरी प्यारी बिटिया की आंसू भरी वाणी थी. बेटे ने पढ़कर सुनाया. मेरी आंख भी आंसू से भर गई. एक बार, 2 बार, 3 बार सुनने के बाद भी कोई सांत्वना नहीं मिला. मेरी बेटी की अवस्था अब कैसे होगी? उसे एक बार फिर देखने की इच्छा थी. फिर कैसे? अपने बारे में या घर वालों के बारे में कुछ नहीं लिखा था. फिर भी उसकी पंक्तियां, दिल्ली वासियों की हालत, मेरा देश ही मेरा परिवार था. ये लोग मेरे लिए रोते होंगे. मेरी अवस्था भी भिन्न नहीं है. एक बार फिर देश और देशवासियों को देखने की इच्छा है. मैं यहाँ इस कैद में अभी जिंदा रहता हूँ, लेकिन मेरे लिए, अपने देश के लिए कितने लोग शहीद हो गए, कितने यतीम हो गए, कितने विधवा बन गए. मेरे देशवासियों, अंग्रेजों से कैसे बचाऊं? सूरज का उदय कब होगा? खुदा तब तक मुझे जिंदा रहने की शक्ति दे. बेटी की दर्द भरी वाणी मैं बार बार सुना, जवाब भी लिखा, लेकिन कैसे ये बेटी तक पहुंचाऊंगा? शायद कफन जैसे इस मकान में रहकर ये मेरा अंतिम शब्द होगा. किसी तरह बेटी तक ये पहुंचना है. ഈശ്വർ ही मेरी രക്ഷ कर सके. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഡയറി. ഇനിയിപ്പോൾ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് മുൻപേ നടന്ന പരീക്ഷകളിൽ വന്ന ചോദ്യങ്ങളാണ്. അതുകൂടി നിങ്ങളൊന്ന് എന്ത് ചെയ്തോണം, ശ്രദ്ധിച്ചോണം. അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠം നന്നായിട്ട് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പം മറ്റു കൂട്ടുകാർക്കും സഹായകമാകും. താങ്ക്